ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വോൾക്കാനിക് എറപ്ഷന് എങ്ങനെയാണ് ചെയ്യുക. അതിൻ്റെ നമ്മൾ സയൻസ് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുമ്പോൾ അതിന് പറ്റിയിട്ടുള്ള, അതായത് സ്കൂളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഞങ്ങളിന്ന് ചെയ്യുന്നത്. ഇത് മോന് ആദ്യം ചെയ്തിട്ട് അവന് ഫസ്റ്റ് കിട്ടിയ, സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ചെയ്യുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഞങ്ങൾ കിട്ടിയ ഒരു ചുരുങ്ങിയ ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഒപ്പിച്ചിട്ട് ആക്കിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞങ്ങൾ. ആദ്യം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തു. കാർഡ്ബോർഡിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ചാർട്ട് വെച്ച് ഒട്ടിച്ച് ഒരു അത്യാവശ്യം തിക്നെസ് ആക്കി. എന്നിട്ട് അതിന് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് ആ ഹൈറ്റിനനുസരിച്ചുള്ള ബൗൾസ് നമ്മൾ എടുത്തു വെച്ചു. പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ബോട്ടിൽ ചെറിയ ബോട്ടിലാണ് എടുത്തത്. കാരണം അത് വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം അത് കുറേ വിനാഗിരിയും നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇടേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ബോട്ടിലാണ് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത്. താഴെയാണ് ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒപ്പിച്ചിട്ട് ഓരോ ബോട്ടിലൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് വെച്ചതാട്ടോ. മോനെ എവിടെ നിന്നൊക്കെയോ തപ്പി എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ അങ്ങനെ ബോട്ടിലൊക്കെ വെച്ച് അതൊന്ന് അറേഞ്ച് ചെയ്തു. അതിന് ചുറ്റും നമ്മൾ വേസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും വെക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പ്രിൻറ്റ്, കുറേ ദിവസം മുന്നേയുള്ള ന്യൂസ് പ്രിൻ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അതെല്ലാം വെച്ച് നമ്മളൊരു എന്താ പറയുക, ഒരു ഷേപ്പാക്കി എടുത്തു അതിന് ചുറ്റും. അതിന് മുന്നേ നമ്മൾ ഈ ബോട്ടിലൊക്കെ വെച്ചിട്ട് അതിന് വേണ്ട ഒരു സ്റ്റാപ്ലെയർ, അതായത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു. സെല്ലോ ടേപ്പ് ഇങ്ങ് കറക്റ്റ് താഴെ വരെ ഏകദേശം നമ്മൾ എന്താ പറയുക, ഒരു മലയുടെ ഒരു ആകൃതി ഉണ്ടല്ലോ, ആ ഒരു ആകൃതിക്ക് കണക്കിനാണ് ഇതൊക്കെ ഒട്ടിച്ച് വെച്ച്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചും പേപ്പർ ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ പേപ്പർ പിന്നെ ഒട്ടിച്ചു, അതായത് A4 പേപ്പർ ഒട്ടിച്ചു കൊടുത്തു, കാരണം ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ നമ്മൾ പാറക്കല്ലുകളാക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. പേപ്പറുകളുണ്ടല്ലോ, നമ്മുടെ പേപ്പർ ഇങ്ങനെ മെല്ലെ ചുരുട്ടിയിട്ട് അതിൽ ഫെവിക്വിക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് കൊടുത്തത്. അപ്പം മോൻ ചെയ്യുന്നത് പോലെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്, ഓരോന്നായിട്ട്. കാരണം അത്യാവശ്യം വലിപ്പത്തിൽ നിൽക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വലിയൊരു കാർഡ്ബോർഡ് ആണ് എടുത്തിരുന്നത്. എന്നിട്ട് ഇതാ മോനിപ്പോൾ ചെയ്യുന്ന ഹാൻഡിൽ ഇതേപോലെ ഇങ്ങനെ ഫെവിക്വിക്കൊക്കെ ആക്കി, ഫെവിക്കോളാണ് എടുത്തത്. ആ പശ എടുത്ത് അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി ഒരു ചെറിയൊരു ബോൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഉരുട്ടിയ പോലെ ആക്കി വെച്ചതാണ്. മോളും ഉണ്ട് ഇടയ്ക്ക് അതിനെ സഹായിക്കാൻ വരുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആളും. അവൻ ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഒരു കപ്പിൽ കുറച്ച് ഫെവിക്വിക്കും ഫെവിഗമ്മാണ് നമ്മളെടുത്തത്. ഫെവിഗം എടുത്ത് പിന്നെ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് നമ്മുടെ ഈ ബൗളിൻ്റെ മുകളിലൊന്ന് നല്ലോണം തേച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ, കാരണം കുറച്ചുകൂടി ഒരു തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും കൂടി തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ കളർ ചെയ്തു. കളറിങ് ആണ് കാണുന്നത്. ഏറ്റവും അടിയിൽ ഗ്രീനിനോട്, അതായത് ഗ്രീനിനോട് ചേരുന്ന ഒരു കളറാണ് കൊടുത്തത്. അതിൻ്റെ മുകളിലേക്ക് ഒരു ആഷ് കളർ കൊടുത്തു. പിന്നെ മുകളിലേക്ക് ഇതാ കാണുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഷും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറായിട്ടുള്ളൊരു കളറും കൂടി എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇതിന് നമുക്ക് വോൾക്കാനിക് എറപ്ഷനാണല്ലോ വരുന്നത്, അപ്പോൾ എറപ്ഷൻ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഈ പാറക്കല്ലുകൾ ഞങ്ങൾ അധികം കൊടുത്തില്ല കേട്ടോ, പകുതി ഭാഗം മാത്രമാണ് ഞങ്ങൾ പാറക്കല്ലുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം വെറുതെ പേപ്പർ തന്നെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കളർ കൊടുത്തു, ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്ത് അതിൻ്റെ മുകളിൽ ഡബിൾ സ്റ്റിക്ക് ഒട്ടിച്ച് ഞങ്ങൾ ഓരോ തെങ്ങും പിന്നെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തു ഓരോ പാറക്കല്ലിൻ്റെ മുകളിലും. അവസാനം ഫൈനൽ ലുക്ക് ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയി. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ ഇവരിപ്പോൾ എക്സിബിഷന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ജഡ്ജസൊക്കെ വന്ന് നോക്കി. അവസാനം എന്തായാലും നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയത്, A ഗ്രേഡ് കിട്ടിയ ആൾക്ക്. പിന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.